പുതിയ അതിമനോഹരമായ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ദിവസം ജോലിക്ക് പോവുകയാണ്. ഇനി നാളെ തൊട്ട് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ജോലിക്ക് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. പിന്നെ റെഗുലർ ബേസിസിലുള്ള ചെന്ന് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കലാപരിപാടികൾ, അതായത് ടാസ്ക് കൊടുക്കൽ പരിപാടികൾ, ഓരോ ബേക്ക് വേണ്ട പ്രൊഡക്ട്സ് അറേഞ്ച് ചെയ്യാൻ ഉള്ള ലിസ്റ്റ് റെഡിയാക്കൽ, അങ്ങനെ തുടങ്ങി. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഫോട്ടോ എടുക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് പറ്റിയാൽ ഗ്യാപ്പ് കിട്ടിയാൽ കുറച്ച് നേരം പഠിച്ച് അങ്ങനെ സന്തോഷപൂർണ്ണമായി തീർക്കണം എന്നാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഇനി എന്തൊക്കെയാവുമെന്നും അറിയാൻ പാടില്ല, കാരണം ലൈഫ് എപ്പോഴും ഒരു അൺഎക്സ്പെക്റ്റഡ് ജേണി ആണല്ലോ. അപ്പോൾ നമുക്ക് പോകാം. അതേപോലെ ഇച്ചിരി കൂടി സന്തോഷം കൂട്ടാനായിട്ട് ഇന്ന് ഇത്തിരി കൂടി ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ഡിഗ്രിയാണ്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ 12 ഡിഗ്രി. എന്തെങ്കിലും ആവട്ടെ, ഇനി അതിനെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വിഷമം കൊണ്ട് എന്തോ എല്ലാ ദിവസം വരുന്നുണ്ട്. ഇനി ജോലിക്ക് പോകണം. പിന്നെ ഇന്നലത്തെ കാര്യത്തിനെക്കുറിച്ച്, ഇന്നലത്തെ ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും ഇങ്ങോട്ട് എടുത്തു വെച്ചാൽ ഉറക്കം ശരിയായില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ച ഒന്നും കൂടി കടുംപിടുത്തം പിടിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ 10:45 കിടക്കാൻ ശ്രമിച്ചു, പക്ഷെ 11 ആയപ്പോൾ കിടന്നേ. 5.25 മണിക്കൂർ ഉറക്കം കിട്ടേണ്ടതാണ്. പിന്നെ കിടക്കുമ്പോൾ തന്നെ ഉറങ്ങാനായിട്ട് എനിക്ക് സൂപ്പർ ശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 1.25 മണിക്കൂറും കൂടി കഴിച്ച് ഒരു 5 മണിക്കൂറിനടുത്ത് മോറോർലെസ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ആകെ മൊത്തത്തിലുള്ള വിശ്വാസം. എന്തേലും ആവട്ടെ, കിട്ടിയത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ ആ ഒരു ഉറക്കക്ഷീണം ഉണ്ട്, നമുക്ക് എങ്ങനെയായിരുന്നു തീർക്കാം. പിന്നെ വേറെ ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചിട്ടായിരിക്കും. അത് ഒഴിവ് സമയം നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. കുറച്ചും കൂടി തല പ്രോസസ്സാവട്ടെ. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എനിക്കൊണ്ട് തന്നെ അത്രയും തലബോധത്തിൽ എത്തിയിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ കാലത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ കാലത്ത് എനിക്ക് പറയാനുള്ളത്, കാലത്തെ ബുദ്ധി എൻ്റെ അത്രയും വർക്കിംഗ് അല്ല, കുറച്ച് നേരം കൂടി കഴിയട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നലത്തെ പ്രശ്നം ആ കൊച്ചു ഞാൻ പറഞ്ഞല്ലോ 98% കിടന്ന് സോൾവ് ചെയ്യാൻ നിൽക്കുമെന്ന്. ഇന്നലെ കുറേ കരഞ്ഞു. ഇന്നലെ വൈകുന്നേരം മെസ്സേജ് അയക്കലായിരുന്നു. സോറി എന്നും പറഞ്ഞിട്ട് മെസ്സേജ് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇനി എന്നാൽ അടുത്ത ട്രാമിന് വെയിറ്റ് ചെയ്യണം, കാരണം ആ ട്രാമിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ ഡയറക്റ്റ് ട്രാം വരാൻ ഇനിയും 3 മിനിറ്റ് കൂടി എടുക്കും. നമ്മൾ ഭയങ്കര പങ്ക്ച്വലായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ട്രാം കിട്ടും. ഇതേവരെ ആ ട്രാം മിസ്സായിട്ടില്ല, ഞാനായിട്ട് മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ, ഉറക്കം കാരണം. 1-2 പ്രാവശ്യം കണ്ട, അതിൽ കൂടുതൽ ആകെ മൊത്തത്തിൽ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഷൂസ് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആയിരിക്കും ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു പാലറ്റോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവൻ. ഞാനും കുറച്ച് നേരം സഹായിക്കട്ടെ എന്ന. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനിത് ചെയ്യുന്നു, അപ്പുറത്ത് ഞങ്ങൾ ഇത് ചെയ്യുന്നു, അപ്പുറത്ത് ഓരോരുത്തർ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഇച്ചിരി കൂടി നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. Are you pretending that you're so serious, or are you serious? I am concentrated, and you are I can see it. Oh, he's looking too serious. I think he's pretending. Oh my god. It's a feast. Yes. ഇവൻ്റെ പിറന്നാൾ, അതായത് ഇവൻ്റെ ചേട്ടൻ്റെ പിറന്നാൾ പ്ലസ് വിരുന്നിൻ്റെ ആഘോഷം. ഞാനാണെങ്കിൽ ഇന്ന് ഫുഡ് കൊണ്ടൊന്നില്ല. അപ്പോൾ പുള്ളിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പുള്ളി നമുക്ക് ഇതങ്ങോട്ട് തന്നിരിക്കുകയാണ്. വീഡിയോ ബിക്കോസ് കാഷ is sitting there. So here only let it be. So he brought us salad, arbuz watermelon, cake with a fish ass in it. No, it's bird. Bird something, cheesecake, pirami. What is that? Tiramisu. Tiramisu. Oh my god. Grapefruit juice and something else. Pizza. And I contributed peanuts. And also we had pizza. And pizza. It's already done. Just like that. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ. നമ്മൾ
ജോലി ചെയ്യുന്ന സ്ഥലത്ത് കാര്യങ്ങളൊക്കെ സെറ്റാണെങ്കിൽ നമുക്കിതേപോലെ അടിച്ചു പൊളിക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഞാനിന്ന് ഭക്ഷണവും കൊണ്ടുവന്നില്ല. ഇത്രയും സാധനങ്ങൾ ഇന്നിവിടെ വന്നു. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച വേറെ ആൾ കൊണ്ടുവന്നു, കഴിഞ്ഞ ആഴ്ച വേറെ ആൾ കൊണ്ടുവന്നു, ഇന്ന് വേറെ ആൾ കൊണ്ടുവന്നു, അടുത്ത ആഴ്ച ചിലപ്പോൾ ഞാൻ കൊണ്ടുവരും അല്ലെങ്കിൽ വേറെ ആൾ കൊണ്ടുവരും. ആരെങ്കിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അത് വീക്കെൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു good environment. Is it true or not? Amazing environment. I wish every day is like this. Every weekend is like this. Yes. Rap in your language. Do rap. I can't. I don't rap. Dirgin dirgin ding 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 ding. Yeah. Yeah. We are racist, guys. No, that's not. Yes, That's you what guys I are hear. racist. ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയമായി, ബ്രേക്കായി ആയിട്ടൊന്നുമില്ല, വിശന്നു നല്ല രീതിയിൽ. കാരണം ഇനി പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോവാം. അപ്പം നേരെ ഇങ്ങോട്ട് വന്നു. നമ്മുടെ സ്ഥിരം കടയുടെ പിന്നിലുണ്ട്. കബാബും മേടിച്ചു, ഞാനുണ്ട്. ഇവനാണ് ഇന്ന് എൻ്റെ കൂടെ കബാബ് അടിക്കുന്നത്. അവനും ഞാനും കൂടിയാണ് ഇന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നേരെ പോയി ഞങ്ങൾ അതിനും കൂടി ഇരിക്കും. വിചാരിച്ചു നേരത്തെ ആരും കുഴപ്പമില്ല, കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഫോട്ടോ പരിപാടി തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ വന്നു, കഴിക്കാനിരുന്നു. തെറ്റില്ലാത്ത കാലാവസ്ഥ, 14 ഡിഗ്രി ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി കഴിക്കുക, പോവുക, അടുത്ത മേഖലയിലേക്ക് അങ്ങോട്ട് കയറാം. ഹൗസ് ദ കബാബ് മാൻ. അവനും ഞാനും സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സാണ്. സ്ഥിരം എല്ലാ വീക്കെൻഡും വരും ഞങ്ങളിവിടെ. ഞങ്ങൾ കബാബ് ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പുറത്തെ ഷാപ്കയിലേക്ക് പോകുന്നു. മോയല്ല നിന്റെ, ഇറ്റ്സ് യുവേഴ്സ്. ഷാപ്കയിൽ പോയി ഇത്തിരി കുടിക്കാൻ മേടിച്ചു. പററി we'll get the tram from here. Okay, then we walk. അപ്പോൾ ഇരിഞ്ഞിട്ടേ അവന്മാർ മുളക് ഇട്ട് വന്ന് കത്തിപ്പോയി. ഇവിടെ വന്ന് അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കുറേ കാലം എരിവും പുളിയൊക്കെ കഴിച്ചു വന്ന് ഇവിടെ വന്ന് നമ്മളുണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ എരിവും ഉണ്ടാവില്ല, പുളിയും ഉണ്ടാവില്ല, ചില സാഹചര്യങ്ങളില്ല. അപ്പോൾ എനിക്കധികം എരിവ് പറ്റൂല. ഇരിഞ്ഞിട്ടുണ്ട് പതായിപ്പോയി. അപ്പോൾ ഇവിടെ കയറി ഇത്തിരി കുടിക്കാൻ മേടിച്ചു വെള്ളം. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ജോലിയിലേക്ക്. കമ്മീഷൻ ഇനി നേരെ ജോലിക്ക് പോവാണ്. ഓ ഷെറ്റ്. ഓക്കെ, ഇനി തിരിച്ച് ജോലിക്ക് പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, ബാക്കി പരിപാടികൾ അങ്ങനെ. കിട്ടില്ല ക്ലൈമറ്റാണ്, 16 ഡിഗ്രി ഉണ്ട്. ഇനി വൈകുന്നേരം ജോലി തീരുമ്പോൾ പിന്നെയും ഉണ്ടാവണം, 10 താഴെ പോപ്പ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി പോകട്ടെ. നമ്മളപ്പം നമ്മുടെ ടാർജറ്റിൻ്റെ പകുതി ആയിട്ടുണ്ട്. അതായത് ഷൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പകുതി ആയിട്ടുണ്ട്. ഇപ്പോൾ 70 ആയിട്ടുണ്ട്. ചെറുതായിട്ട് പകുതിനേക്കാളും കൂടുതൽ. കഴിഞ്ഞ ആഴ്ചയെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചേനേക്കാളും ബെറ്ററാണ്. ഹാഫ് ടൈമിൽ തെറ്റില്ലാത്ത കൗണ്ട് എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ തീവ്രമായി ഫുള്ളി ഫോക്കസിൽ അങ്ങോട്ട് കുത്തിയിരുന്ന് അങ്ങോട്ട് ചെയ്യായിരുന്നു ഇത്രയും നേരം. എൻ്റെ കണ്ണൊക്കെ അടിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നല്ല ലൈറ്റിൽ വന്ന് നിന്നാലും എൻ്റെ കണ്ണിന് തിരിച്ചാൽ ശക്തി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് നല്ല വെയിലുണ്ട്. Whatever happens here should be recorded. Dawai casa. I'm rich. Okay, go home. Bye. Have more money? I'm rich. Now go home. Shushu. Not shushu. Thank you for your work today. It was great. You would have died without you. Say bye and go, please. I have work to do. Shushu. Shushu. ഓക്കെ ബൈ. എത്ര സ്ലോട്ട് വേണമെങ്കിൽ തന്നു? നോ മോർ ഷൂഷു. 3 സ്ലോട്ട് തരാൻ വേണ്ടി ഇവിടെ ഇത്ര നേരം ഇവിടെ നിന്ന്. എന്തായാലും ആവട്ടെ. അതായത് ഇവിടെ നമ്മൾ കുറച്ച് പേർക്ക് ഫുഡ് പിടിച്ചിടണം. മൊത്തം ഇത്രയും കാശ് കിട്ടി. നമ്മൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി ഇത്ര നേരം അവിടെ ഇരുന്നായിരുന്നു പരിപാടി. ഇപ്പം നമ്മൾ പരിപാടികളൊക്കെ മാറ്റി വേറെ പ്രൊഡക്റ്റിലേക്ക് കയറാൻ പോകണം. ഈ മാനിക്കീനിലാണ് ഇനിയുള്ള പരിപാടികളിൽ. ഇത് ഫീമെയിൽ, ഇനി മെയിൽ, കിഡ്സ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അവരിലേക്കും കൂടി കയറി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഒരു പരുവത്തിലൊക്കെ തീരുമാനമാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനിയൊരു 1.25 മണിക്കൂറും കൂടി ഉണ്ട്. 20 പ്രൊഡക്റ്റും കൂടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നിർത്തി തീരും. അതായത് ടാർജറ്റ് എത്തുമായിരിക്കും. അല്ലെങ്കിൽ ഒരു 10 കൂടി ഷൂട്ട് ചെയ്താൽ മതി. കഴിഞ്ഞ ആഴ്ച തന്നെക്കാളും ബെറ്റർ ആവാൻ. 10 വേണ്ട, ഇപ്പം ബെറ്ററല്ല നിൽക്കണേ. ഇപ്പം 100 നിൽക്കണു. ഇനി ഒരു 10 കൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതായി. ഔഷധിയായി. എന്തായാലും അവസാനം കഴിഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ. കഴിഞ്ഞു. മൊത്തം കാണിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ടാർജറ്റ് പ്രകാരം 120 ഞാൻ എത്തിച്ചിട്ടുണ്ട്.
125 വേണ്ട, പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണം. എൻ്റെ വീട്ടിൽ 120 നിർത്തി അടിച്ച് പൊളിച്ചു നിന്ന്. ഹോ, ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോട്ടെ. പരിവായിട്ടുണ്ട് എന്തൊക്കെയായാലും. ഹോ 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 ഹോ, നല്ല സന്തോഷം. ഹോ, ഇനി തിരിച്ചോണ പരിപാടിയിലൂടെ ഞാൻ ആകെ അവശതിയായിട്ടുണ്ട് എന്തായാലും. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പം സമയം എന്ന് പറയുന്നത് 9 സംതിങ് ആയിട്ടുണ്ട്. ഇപ്പോഴും ഇത്രയും വെളിച്ചുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് പൊക്കോട്ടെ. 10 മണി വരെ വെളിച്ചുണ്ടാവും. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഇരുട്ടാവാൻ തുടങ്ങണത് തന്നെ. അപ്പോൾ ഡേ ലൈറ്റ് അങ്ങോട്ട് നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ ഉറക്കവും പഠിത്തവും ആകെ മൊത്തത്തിൽ കുഴയും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ലെറ്റ് ഇറ്റ് ബി. ഇന്ന് ആകെ മൊത്തത്തിൽ സന്തോഷത്തിലാണ്. കാരണം കയ്യിൽ നിന്ന് പോയി നമ്മൾ പിന്നെയും ശ്രമിച്ച് പിന്നെയും നമ്മൾ തിരിച്ച് ആ പഴയ ട്രാക്കിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷം. ഇനിയിപ്പോൾ അടുത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം പരീക്ഷയാണ്. ഇനി ഈ ജോലിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയുടെ കാര്യത്തിൽ കോമഡി ആവും. അതുകൊണ്ട് ഇന്നത്തോടുകൂടി നമ്മുടെ ടാർഗറ്റ് നമ്മൾ എത്തി, പരിപാടിയൊക്കെ ഓക്കെ അതിൻ്റെ പേരിൽ ഇനി നമ്മൾ പിന്നെയും പഠിത്തം ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. അല്ലാണ്ട് പറ്റില്ലല്ലോ. ആദ്യത്തെ പരീക്ഷ 3 ദിവസം കഴിഞ്ഞുണ്ട്. തുടങ്ങിയിട്ടില്ല. തുടങ്ങിയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പൊടി തട്ടി തുടങ്ങി. ഇനി അത് ആർഭാടായിട്ട് അങ്ങോട്ട് പഠിക്കണം. അപ്പം അതവിടെ കിടപ്പുണ്ട്. ഇന്നിനി പോയിട്ട് പഠിക്കാനുള്ള ആരോഗ്യമില്ല. നാളെ തൊട്ട് ശക്തമായിരുന്നു പഠിക്കണം, എന്നാലേ പരീക്ഷ പാസ്സാവുള്ളൂ. കാരണം ടോക്സിക്കോളജി പഠിക്കാൻ ആവശ്യത്തിനുള്ള ഒരു സബ്ജക്റ്റാണ്. പിന്നെ വേറെ പരീക്ഷ വരുന്നത് അടുത്ത തിങ്കളാഴ്ച. അപ്പോൾ അടുത്ത ഞായറാഴ്ച ജോലിയുടെ കാര്യമല്ല എനിക്ക് പ്രധാനം, പഠിത്തമായിരിക്കും. ജോലിക്ക് വരും, ജോലിക്ക് വന്നിരുന്ന് പഠിക്കും. പിന്നെ പരീക്ഷകൾ ഇങ്ങനെ എല്ലാ ആഴ്ചയുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ ട്രാം വരണം, കയറണം, പോകണം, ഫുഡ് ഉണ്ടാക്കണം, പട്ടി ഇതിനൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, പോകണം. ഇനി ബാക്കി പരിപാടികൾ അങ്ങനെയാണ്. ഇതൊക്കെയല്ലേ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇത്രയും പരിപാടി തീരുമെന്ന് വിചാരിച്ചതല്ല. അതായത് ഷൂട്ടിംഗ് കാര്യം തീരുമെന്ന് വിചാരിച്ചതല്ല. ഓരോരുത്തർ പറഞ്ഞാണ് പേടിയാവും. അയ്യോ, പിന്നെ ഒരാളുടെ ബർത്ത്ഡേ ആഘോഷം ഉണ്ടായിരുന്നു, അതിൻ്റെ ചിലവ് കാര്യങ്ങളുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ ജോലിക്ക് വരുമ്പോൾ ഒരു ഓളാണ് എന്തൊക്കെയായാലും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. ഇനി വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കുറച്ച് നേരം ആരോഗ്യം ഉണ്ടെങ്കിൽ പഠിക്കാതിരിക്കുന്നു, അത് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. പിന്നെ ഒരു പ്രസൻറ്റേഷൻ തട്ടിക്കൂട്ടണം, കാരണം അതുണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്, അതുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പരിപാടികൾ. ഇന്ന് ഞാൻ പോട്ടെ വീട്ടിലേക്ക്. എല്ലാവർക്കും ശുഭരാത്രി. അവസാനം ഞാൻ തിരിച്ചെത്തി, പക്ഷെ എന്തോ ഒരു പൂർണ്ണതയില്ലാത്ത പോലെ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും കുറേ കടമകളുണ്ടാവും. അതേപോലെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ പഠിക്കണം, അങ്ങനത്തെ ഒരു കടമയുണ്ടാവും. എല്ലാവർക്കും പല പല കടമകളും ഉണ്ടാവും. അപ്പം എല്ലാ കടമകളും പക്കയായിട്ട് ചെയ്തു പോയാൽ വൺ വേ ഓർ അനദർ സക്സസ് നിങ്ങളെ തേടി വരും. ദ്രോഹിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ പല വഴി നല്ല രീതിയിലൊക്കെ ശ്രമിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വിജയണ്ണൻ പറഞ്ഞ പോലെ കിൽ ദം വിത്ത് യുവർ സക്സസ് ആൻഡ് ബെറി ദം വിത്ത് എ സ്മോൾ സ്മൈൽ. സിമ്പിളാണ്, ഹമ്പിളാണ്, പക്ഷെ പവർഫുള്ളാണ്. അത്രയുള്ള പരിപാടി. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ പക്കയായിട്ട് ചെയ്യുക. ഓരോ ദിവസം ലൈഫിനെ അപ്ഗ്രേഡും ചെയ്യുക. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് നടന്നോളൂ. ബാക്കിയെല്ലാം അങ്ങോട്ട് നടന്നു പൊക്കോളും. അത്രയൊക്കെ ഉള്ളൂ. ഇനി എനിക്ക് ഇന്ന് കത്തിവെക്കാനുള്ള ആരോഗ്യമില്ല. ഇനി നമ്മൾ കുളിക്കുന്നു, ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ബാഗിൽ നിന്ന് പുസ്തകവും സാധനങ്ങളൊക്കെ ഞങ്ങൾ പുറത്തിറക്കി വെച്ചു. അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇത് കണ്ടാലേ എനിക്ക് പഠിക്കാനുള്ള ഒരു ത്വര ഇങ്ങോട്ട് പൊന്തി വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരെ കിടന്നിങ്ങോട്ട് ഉറങ്ങും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇന്ന് ഒന്നും കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് പോയി ബാക്കി പരിപാടികളിലേക്ക് പോകട്ടെ. ബൈ ബൈ.